ആരംഭം തൊട്ട് തന്നെ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളുടെ സ്ഥിരം മേക്കപ്പ് മാനായിരുന്നു ശ്രീ പി എൻ മണി. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇന്ന് വരെ ആ ബന്ധം തുടരുന്നു. സിദ്ദിഖ് ലാലിന്റെ ആദ്യം മുതൽ എല്ലാ പടങ്ങളും റാംജി റാവു സ്പീക്ക്. അന്യഭാഷാ സിനിമകൾ ഏതൊക്കെയാ ചെയ്തത്? തമിഴ് പടങ്ങൾ നിറയെ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? ഒരു തലേ രാഗം എന്ന് പറഞ്ഞൊരു തമിഴ് പടം ആദ്യം അത് മണിയണ്ണാണോ? ഞാൻ വർക്ക് ചെയ്തു. തമിഴിലൊരു 10-60 പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ് എ ചന്ദ്രശേഖരന്റെ. അതെ അതെ, അദ്ദേഹത്തിന്റെ പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴില് വേറെ ഏതെങ്കിലും ഫേമസ് സിനിമകൾ ഓർമ്മയുണ്ടോ? അൻപുള്ള അപ്പ, ശിവാജി സാർ അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. അൻപുള്ള അപ്പ, അത് വർക്ക് ചെയ്തു. പിന്നെ ഫാസിൽ സാർ എടുത്തിരിക്കുന്ന തമിഴ് പടങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തത്. സിദ്ദിഖ് സാറിന്റെ തമിഴ് പടങ്ങളൊക്കെ ഞാൻ എങ്കളണ്ണ. അതെ, അല്ല അതിനു മുമ്പുള്ള ഫ്രണ്ട്സ് ഈ പടങ്ങളൊക്കെ ചെന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴും മലയാളം അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷ? ഹിന്ദി പടങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹിന്ദി? അതെ. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ മോഹൻലാൽ അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. ടോട്ടൽ ഏതാണ്ട് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 450 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മേ. ആദ്യം നെല്ല് എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയിട്ട് 72-ലാണത്. ഇപ്പോൾ ഈ 2010-ലെത്തി നിൽക്കുമ്പോൾ എന്താണ് മേക്കപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മാറ്റം എന്താണ്? അന്ന് മേക്കപ്പും ഇന്ന് മേക്കപ്പെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ചെയ്യുന്ന രീതികൾക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ആ രീതികളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഓരോരുത്തരെന്ന് പറഞ്ഞാൽ ഈ മുൻപ് നമ്മളിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അത് നമ്മളിപ്പോൾ മേക്കപ്പിൻ്റെ പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് ബന്ധപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ക്യാമറയെക്കുറിച്ച് സംസാരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആർട്ട് ഡയറക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കണം, കളേഴ്സിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോഴാണ് ആ മേക്കപ്പും ഈ മേക്കപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് മേക്കപ്പ് ചെയ്യേണ്ട ഉദ്ദേശം റിഫ്ലക്റ്റിവിറ്റി എന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഫേസിലേക്ക് വരുന്ന ഈ ലൈറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ ഈ ഫിഗർ ശരിക്കും ക്യാമറയിൽ വരണമെന്നുണ്ടെങ്കിലാണ് ഈ സംഭവങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സംഭവം. സാധാരണ നോർമൽ സ്കിന്നിൽ നമ്മൾക്ക് കിട്ടുന്നതിനേക്കാൾ റിഫ്ലക്റ്റിവിറ്റി ഈ സാധനം നമ്മൾക്ക് കൊണ്ട് ഈ മേക്കപ്പ് മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും 3 പേരുടെ കാര്യമാണ്. ഒന്ന് നോക്കത്താദൂരത്തിലെ നദിയ മൊയ്തു, പിന്നൊന്ന് അനിയത്തിപ്രാവിലെ ശാലിനി, പിന്നൊന്ന് വിസ്മയത്തുമ്പത്തിലെ നയൻതാര. ഇവരെ ആദ്യം 3 ദിവസം കുറച്ച് പാടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന്, നമ്മൾ കാണുന്ന സ്കിന്ന്, ഈ നമ്മൾ ഷൂട്ടിങ്ങിന് മുമ്പാണല്ലോ ഈ വർത്താനമൊക്കെ, പ്രത്യേകിച്ചും മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ഒന്നിലെ ഫേസ് ശ്രിങ്കാവും. അപ്പോൾ മേക്കപ്പ് ശരിയല്ല നമുക്ക് തോന്നും. കാര്യം നമ്മൾ അക്കസ്റ്റംഡ് ആയിപ്പോയതുകൊണ്ടാണ്. ഈ ആളെ കണ്ടിങ്ങനെ അക്കസ്റ്റംഡ് ആയി പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ മുഖത്ത് ഒരു റെഡിഷൊക്കെ വരുമ്പം നമുക്കൊന്ന് പിടിച്ച് നിൽത്താൻ കുറേ പാട് വരും. അത് മണിയുമായിട്ടൊരു 3 ദിവസമൊക്കെ ആദ്യ ദിവസങ്ങളിൽ ശണ്ടയുണ്ടാവും. മണി ശരിയായിട്ടില്ല. ഈ പെണ്ണ് കയറി വന്നു കഴിഞ്ഞപ്പം എന്ത് കുഴപ്പമില്ലായിരുന്നല്ലോ, എത്ര ഗ്രേസ് ആയിരുന്നു, എന്ത് രസമായിരുന്നു, മണി മേക്കപ്പ് ചെയ്ത് തൊലച്ചു എന്ന് പറയുമ്പോൾ മണി ഇങ്ങനെ വാവുകത്തി ചിരിക്കുകയല്ലാതെ വേറൊന്നും പറയത്തില്ല. അപ്പം നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ്. നമുക്ക് ഒരിപ്പം നയൻതാര ലൊക്കേഷനിൽ വരുമ്പോൾ ഭയങ്കര ഫ്രഷാണ് പെണ്ണ്. എന്നാൽ പെണ്ണ് വളരെ വെളുത്തതാണ്, ഗ്ലോ ചെയ്യും. പക്ഷേ മേക്കപ്പ് ഇട്ട് കഴിയുമ്പം ഒരു ശ്രിങ്ക് ചെയ്തിട്ട് വേറൊരാളാണെന്ന് തോന്നും. അപ്പോൾ എനിക്ക് വഴക്കിടാൻ തോന്നും. അത് ആദ്യം 3 ദിവസങ്ങൾ. അത് കഴിയുമ്പോൾ ഞാൻ അക്കസ്റ്റംഡാകും. പിന്നെ പടം കണ്ടു കഴിയുമ്പം എനിക്ക് തോന്നും ഒരു കുഴപ്പമില്ല മണിയുടെ കാര്യത്തിൽ, മണി നന്നായിട്ട് ചെയ്തെന്ന് തോന്നും. അത് ആദ്യ ദിവസങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലൊരു സംഭവം. ഈ നദിയാക്ക് ഏത് ടോണാണ് കൊടുക്കേണ്ടത്, ശാലിനിക്ക് ഏത് ടോണാണ് കൊടുക്കേണ്ടത്, നയൻതാരയ്ക്ക് ഏത് ടോണാണ് കൊടുക്കേണ്ടതെന്ന് ഒരു 3 ദിവസം വിഷമിച്ചിട്ടുണ്ട്. മാറ്റി മറിച്ചൊക്കെ ചെയ്ത് കാണിക്കും. ചിലപ്പോൾ ഹാഫ് ആൻ അവർ, 1 അവർ, 1.5 hours വരെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 150-200 വർഷങ്ങൾക്ക് മുമ്പോട്ടാണ് മാക്സ് ഫാക്ടർ ആൻഡ് ലീൻസിനർ എന്ന് പറഞ്ഞ 2 മേക്കപ്പന്മാരുണ്ടായിരുന്നു. ഇവർ രണ്ടും സ്റ്റേജ് ആർട്ടിസ്റ്റുകളായിരുന്നു. അവർ ഈ മേക്കപ്പ് എന്താണെന്ന് സ്വയം പഠിച്ചിട്ട് സ്വയം മനസ്സിലാക്കി അവരുണ്ടാക്കുന്ന മെറ്റീരിയൽസിൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആക്ച്വലി വന്നിട്ട് ഇവർ ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ ലീൻസിനർ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ നിന്ന് സ്വയം പിന്മാറേണ്ടി വന്നു. കാര്യം എന്ന് വെച്ചാൽ മാക്സ് ഫാക്ടറാണ് ഉയർന്നു വരാൻ തുടങ്ങിയത്. മാക്സ് ഫാക്ടർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിന് ഹൈ റിഫ്ലക്റ്റ് കൂടുതലുകൊണ്ട് ബാക്കിയുള്ള ടെക്നിക്കൽ ഇരിക്കുന്ന ലൈറ്റിൻ്റെയൊക്കെ സോഴ്സ് അവർക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് പെർഫെക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ലീൻസിനർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ശരിക്കും അങ്ങനെ അതിൽ നിന്ന് പിന്മാറിയതിന് ശേഷം ബാക്കി പിന്നെ പിടിച്ചു നിന്നത് മുഴുവൻ ഈ മാക്സ് ഫാക്ടറായിരുന്നു. ലോ സ്പീഡ് ഫിലിമിൻ്റെ റിഫ്ലക്റ്റിവിറ്റി കുറഞ്ഞതുകൊണ്ട് നമ്മൾക്കത് ഹൈ റിഫ്ലക്ഷനൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൂടുതൽ മെറ്റീരിയൽസ് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതില്ലാതെ അത് മാറി ഫിലിമിൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഈ റിഫ്ലക്റ്റിവിറ്റിക്ക് ആവശ്യത്തിനുള്ള നമ്മൾ നെസസറി മേക്കപ്പ് മാത്രം വരേണ്ട ഒരു ചുറ്റുപാട് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന സൈസ് മേക്കപ്പ് അത്ര ഉപയോഗിക്കേണ്ട വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മേക്കപ്പിനെ കുറിച്ച് ഒരു 1 ഇയർ കോഴ്സുണ്ട്.
ഇപ്പോൾ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സ്കൂളുകളിലോ വല്ല കോളേജിലോ പഠിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മേക്കപ്പിനെ കുറിച്ച് ഒരു 1 ഇയർ കോഴ്സുണ്ട്. അതിനകത്ത് ഓരോ പാർട്ട് എടുത്തായിട്ട് അവർ ക്ലാസ് എടുക്കാറുണ്ട് ഇപ്പോൾ. ഏതായാലും മേക്കപ്പിലേക്ക് വരുന്ന അടുത്ത ഒരു തലമുറയോട് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ബുക്കുകളൊക്കെ എഴുതി കാര്യങ്ങളൊന്ന് വിശദമായിട്ട് അത് പരസ്യപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാരംഭ പരിപാടി ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മണിയണ്ണൻ്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. സുധ വൈഫ്, പിന്നെ 2 കുട്ടികളാണ്. ഒന്ന് സുമ, അവർ വിദ്യാഭ്യാസം സാമാന്യമൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ് അവർ. അത് എനിക്കറിയാം, വളരെ പ്രശസ്തയായിട്ടുള്ള നർത്തകിയാണ് സുമ. ശോഭന അതെ, ചേച്ചിയുടെ ഗ്രൂപ്പിൽ പ്രധാന ആദ്യത്തെ സ്റ്റുഡൻറ്റും. പിന്നെ മകൻ അമേരിക്കൻ എക്സ്പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ രാജേഷ്, ശരിക്കും പേര് പത്മപ്രസാദ്, നമ്മൾ വീട്ടിൽ വിളിക്കുന്ന രാജേഷ്. അദ്ദേഹത്തിൻ്റെ മാരേജ് കഴിഞ്ഞൊരു ആൺകുട്ടിയുണ്ട്. അങ്ങനെ കുടുംബം വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. PN മണി ഇന്നും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ മണിയെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉറ്റുനോക്കാൻ ഒരു വാഗ്ദാനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ചമയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം. അനുഭവങ്ങളുടെ മൂശയിൽ വാർന്നു വീഴുന്ന ആ പുസ്തകത്തിന് നമുക്ക് കാത്തിരിക്കാം.